ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പം നമ്മളിത് നോക്കാൻ പോകുന്നത് നമ്മളെ ഇന്ത്യൻ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ട് 2, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പോണൻസും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പറ്റി, ഫേമസ് ആയ ആൾക്കാരെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ റെക്കമെൻഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ പറ്റി. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ ചെറുതായിട്ടൊരു പാർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കിയാലോ, എന്തൊക്കെയാണ് നമുക്ക് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പായിട്ടാണ് നമുക്ക് വരുന്നത്. 4 ടൈപ്പ് എന്തുണ്ട്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയെന്നറിയോ? ഫസ്റ്റ് വൺ, തന്തുവാദ്യ. തന്തുവാദ്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റുകളെയാണ് തന്തുവാദ്യ എന്ന് പറയുന്നത്. എന്ത് ഇൻസ്ട്രുമെൻ്റാണ്? സ്ട്രിങ്. ഇപ്പോൾ ഉദാഹരണം സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ വയലിൻ അല്ലേ, ഗിറ്റാറ് അല്ലേ, ഇതൊക്കെയാണ് നമുക്ക് എന്തിൽ വരണത്? സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റിൽ വരണമെന്ന് പറയുമ്പോൾ. ദെൻ നെക്സ്റ്റ് വൺ, സുഷിർവാദ്യ. സുഷിരം എന്ന് പറഞ്ഞാൽ എന്താ? സുഷിരം ഹോളെന്നല്ലേ അല്ലേ? സോ പറഞ്ഞാൽ വിൻഡ് ഇൻസ്ട്രുമെൻറ്റുകളാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫ്ലൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് ഷെഹനായി, ഇതൊക്കെയാണ് എന്ത്? സുഷിർവാദ്യ. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് അവനാഥവാദ്യ മീൻസ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്. പെർക്യൂഷൻ മീൻസ് എന്താ? നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ തട്ടുമ്പോൾ അതിൽ നിന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തബല അല്ലേ, തബലയിൽ നമ്മൾ കൈയോടെ അടിച്ചാലേ സൗണ്ട് കേൾക്കും. മൃദംഗം കേട്ടോ, ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻസുകളാണ് ഇത് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. അറ്റ് ലാസ്റ്റ് ഗാനവാദ്യം എന്ന് പറഞ്ഞാൽ ഐഡിയോഫോൺ ആണ്. ഐഡിയോഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ്, താളമൊക്കെ ഇല്ലേ, നമ്മളെ ഘത്തം, നമ്മുടെ താളം ഉണ്ടല്ലോ, ചെണ്ട അടിക്കുമ്പോഴുള്ള താളം അങ്ങനത്തെ. അതായത് അതും ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരു രണ്ട് മെറ്റൽ ഐറ്റം ആണല്ലേ, അത് രണ്ട് തമ്മിൽ നമ്മൾ കൂട്ടി ഇടിക്കുമ്പോൾ കേൾക്കുമ്പോൾ സൗണ്ട് കേൾക്കും. അതാണ് ഖത്തം നമ്മുടെ താളമാണ്, ചെണ്ടമേളത്തിന് കേൾക്കുന്ന താളമില്ലേ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അങ്ങനെ 4 ടൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? തന്തുവാദ്യ, സുഷിർവാദ്യ, അവനാഥവാദ്യ, ഗാനവാദ്യ കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇനി ഓരോ ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻ്റ് നോക്കിയാലോ. ഫസ്റ്റ് വൺ സിത്താറാണ്. നമ്മൾ ആദ്യം ആരെ പറ്റിയാണ് നോക്കാൻ പോണത്? സിത്താറിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ സിത്താറിനെ പറ്റി പറയുമ്പം നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ സിത്താറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ അല്ലേ, നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കർ. അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അല്ലേ. നമ്മുടെ സിത്താർ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാരെ പറ്റി നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പ്രധാന അവാർഡുകൾ എന്ന് പറയുമ്പോൾ പത്മശ്രീ, പത്മഭൂഷൺ, ഭാരത് രത്ന, ഇതൊക്കെ കിട്ടിയ വർഷങ്ങൾ നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. സോ രവിശങ്കറിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഗ്രാമി പുരസ്കാരം ലഭിച്ച ആളാണ് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി അവാർഡ്. ഗ്രാമി പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി പുരസ്കാരം. സോ കിട്ടിയ വർഷം പഠിച്ചു വയ്ക്കുക, 1967, 1967. ചില ബുക്കിലൊക്കെ ഇത് 68 പറയുന്നുണ്ട്. സോ ഓപ്ഷൻ കണക്കാക്കി എടുത്താൽ മതി. 67, 68. സോ 67 നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കറിന് ആദ്യത്തെ ഗ്രാമി പുരസ്കാരം കിട്ടുന്നത്. അതിൻ്റെ കിട്ടിയ ആൽബത്തിൻ്റെ പേരാണ് വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്ന് പറയും. വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന ആൽബത്തിനാണ് അദ്ദേഹത്തിന് അന്ന് ഗ്രാമി പുരസ്കാരം ലഭിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ഗ്രാമി പുരസ്കാരം ലഭിച്ച ആ വ്യക്തിയാണ് ആര്? നമ്മുടെ രവിശങ്കറിന് 5 തവണയാണ്. അതിൽ ഗ്രാമി പുരസ്കാരത്തിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഉൾപ്പെടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് കൂടി ആർക്ക് കിട്ടിയിട്ടുണ്ട്? രവിശങ്കറിന് ലഭിച്ചിട്ടുണ്ട്. ടോട്ടലി അതും കൂട്ടി 5 തവണ ഏറ്റവും കൂടുതൽ തവണ ഗ്രാമി പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനാണ് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. 5 തവണയാണ്. അതിൽ 1 തവണ കിട്ടിയത് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഗ്രാമി പുരസ്കാരം. ടോട്ടലി 5 ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആർക്ക്? പണ്ഡിറ്റ് രവിശങ്കറിന്. ഏറ്റവും കൂടുതൽ തവണ ഗ്രാമി പുരസ്കാരം ലഭിച്ചത് രവിശങ്കറിനാണ്. അതിൽ ആദ്യം
ഫസ്റ്റായി കിട്ടുന്നത് 1967 വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന ആൽബത്തിനാണ്. അദ്ദേഹത്തിന് കിട്ടിയ മറ്റു പ്രധാന അവാർഡുകൾ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഭാരത് രത്ന. എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രവിശങ്കറിന് ഭാരത് രത്ന കിട്ടിയത് 1999. 1999 രവിശങ്കറിന് എന്ത് ലഭിക്കുന്നത്? ഭാരത് രത്ന ലഭിച്ചത് 1999. അതുപോലെ രവിശങ്കറിന് പത്മവിഭൂഷൺ കിട്ടിയ വർഷം അത് 1981. 1981 പത്മവിഭൂഷൺ. അത് കഴിഞ്ഞ് 1967 പത്മഭൂഷൺ ലഭിക്കുന്നത്. പത്മഭൂഷൺ ഏതൊക്കെയാണ്? 1999 ഭാരത് രത്ന, 1981 പത്മവിഭൂഷൺ, ദെൻ 1967 ഏതാണ്? പത്മഭൂഷൺ കേട്ടോ. സോ അത് കൃത്യമായും അദ്ദേഹത്തിന് കിട്ടിയ വർഷങ്ങൾ ഇത് മൂന്നും പഠിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 1992 അദ്ദേഹത്തിന് റാമൻ മഗ്സസെ അവാർഡും ലഭിച്ചു. ഏത് വർഷം? 1992 കേട്ടോ. സോ ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഭാരത് രത്നയും പത്മഭൂഷണും കിട്ടിയത് കേട്ടോ. പത്മഭൂഷൺ 67 അത് നമ്മുടെ ഈ ഗ്രാമി പുരസ്കാരം കിട്ടിയ അതേ വർഷം തന്നെ 67 ആ വർഷം തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി. പത്മവിഭൂഷൺ കിട്ടുന്നത് 81 അതിന് 99 നമ്മുടെ ഭാരത രത്ന ആർക്ക് ലഭിക്കുന്നത്? പണ്ഡിറ്റ് രവിശങ്കറിന് ലഭിക്കുന്നത്. ഇനി നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ വൈഫാണ് അന്നപൂർണ ദേവി എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് അന്നപൂർണ ദേവി. പുള്ളിക്കാരി ഒരു സുർബാഹാർ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരാളാണ് കേട്ടോ. അത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് ആര്? അന്നപൂർണ ദേവി. പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ വൈഫാണ്. പുള്ളിക്കാരൻ്റെ ആദ്യ ഭാര്യയായിരുന്നു അന്നപൂർണ ദേവി. പുള്ളിക്കാരി വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരാളാണ്. പേരെന്താ? എന്ത് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന? സുർബാഹാർ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് പുള്ളിക്കാരി വായിക്കുന്നത് കേട്ടോ. ആരുടെ ഭാര്യയായിരുന്നു? രവിശങ്കറിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു. അതുപോലെ നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ബ്രദറായിരുന്നു നമ്മുടെ ഉദയ് ശങ്കർ എന്ന് പറയും. ആരാണ്? ഉദയ് ശങ്കർ നമ്മൾ പറയുന്നത് ദ ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മോഡേൺ ഡാൻസിൻ്റെ പിതാവെന്നാണ് ആരറിയപ്പെടുന്നത്? ഉദയ് ശങ്കർ കേട്ടോ. ദ ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മോഡേൺ ഡാൻസിൻ്റെ പിതാവെന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? ഉദയ് ശങ്കറിനെ വിശേഷിപ്പിക്കുന്നത്. ആരുടെ ബ്രദറാണ്? രവിശങ്കറിൻ്റെ ബ്രദറാണ് ഉദയ് ശങ്കർ കേട്ടോ. രവിശങ്കറിൻ്റെ ഭാര്യ അന്നപൂർണ ദേവിയും ഏത് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന? സുർബാഹാർ വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന മ്യൂസിഷ്യനും അദ്ദേഹത്തിൻ്റെ ബ്രദർ മോഡേൺ ഡാൻസിൻ്റെ എന്താണ് പിതാവെന്നറിയപ്പെടുന്ന ഉദയ് ശങ്കറാണ് ആരുടെ ബ്രദർ? ആരുടെ ബ്രദർ? രവിശങ്കറിൻ്റെ ബ്രദർ എന്ന് പറയുന്നു. സോ പണ്ഡിറ്റ് രവിശങ്കർ വളരെ പ്രധാനപ്പെട്ട ആളാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത് സിത്താർ വായിക്കുന്ന കുറച്ച് ഫേമസ് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഒരു വളരെ ഫേമസ് ആയ മറ്റൊരു സിത്താർ പ്ലേയിസ്റ്റാണ് വിലയത്ത് ഖാൻ. ആരാണ്? വിലയത്ത് ഖാൻ. അതുപോലെ നിഖിൽ ബാനർജി, അതുപോലെ ഇമ്രാത്ത് ഖാൻ, അതുപോലെ ബുദ്ധാദിത്യ മുഖർജി. ഇവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ് സിത്താർ പ്ലേയിസ്റ്റുകളാണ്. ഇവിടെ ആരൊക്കെയാണ്? വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി, ഇമ്രാത്ത് ഖാൻ, അതുപോലെ ബുദ്ധാദിത്യ മുഖർജി കേട്ടോ. ഇവരൊക്കെ എന്ത് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാ? ഇവരെല്ലാവരും സിത്താർ പ്ലേയിസ്റ്റുകളാണ് കേട്ടോ. സിത്താർ പ്ലേയിസ്റ്റുകളാണ് കേട്ടോ. സോ സിത്താർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം അവിടെ മനസ്സിൽ വേണ്ടത് രവിശങ്കറാണ്. രവിശങ്കർ ബേസുള്ള ഈ പോയിന്റുകൾ കൃത്യമായി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതുപോലെ ഉദയ് ശങ്കർ മറക്കല്ലേ, PVK ചോദ്യം കേട്ടോ. കഴിഞ്ഞ CGL-ലും ചോദിച്ചു കേട്ടോ. ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ആരാണ്? ഉദയ് ശങ്കർ കേട്ടോ. അതുപോലെ പുള്ളിക്കാരൻ്റെ വൈഫ് കേട്ടോ. ഏത് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന? സുർബാഹാറാണ് ആര് വായിക്കുന്നത്? അന്നപൂർണ ദേവി. സിത്താർ ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ഇൻസ്ട്രുമെൻറ്റിലോട്ട് പോയാലോ? രണ്ടാമത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഫ്ലൂട്ട് അഥവാ ബാൻസുരി നമ്മുടെ ബാൻസുരി അല്ലെങ്കിൽ ഫ്ലൂട്ട് ഫ്ലൂട്ടിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഫ്ലൂട്ട് എന്താണ്? ഫ്ലൂട്ട് ഒരു സുഷിർവാദിയാണ് ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഫ്ലൂട്ട്. സോ ഫ്ലൂട്ട് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരേണ്ട ഫ്ലൂട്ട് വായിക്കുന്ന ഫേമസ് ആയിട്ടുള്ള പ്ലേയിസ്റ്റാണ് ഹരിപ്രസാദ് ചൗരസ്യ എന്ന് പറയും. ആരാണ്? ഹരിപ്രസാദ് ചൗരസ്യ കേട്ടോ. ഹരിപ്രസാദ് ചൗരസ്യ. അപ്പം അദ്ദേഹം ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിന് പത്മഭൂഷണും
പത്മവിഭൂഷണും കിട്ടിയിട്ടുണ്ട്. ആ വർഷം നമ്മൾ നോക്കുക. ഹരിപ്രസാദ് ചൗരസ്യയ്ക്ക് പത്മഭൂഷൺ കിട്ടിയത് 1992. 1992 പത്മഭൂഷണും 2000 പത്മവിഭൂഷണും കിട്ടി. ഇതൊരു PVQ ചോദ്യമാണ്. കാരണം ഇതൊരു മുൻവർഷ ചോദ്യമായിരുന്നു. ഹരിപ്രസാദ് ചൗരസ്യയ്ക്ക് പത്മവിഭൂഷൺ കിട്ടിയ വർഷം 2000 പത്മവിഭൂഷണും അതിനു മുമ്പ് 92 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഹരിപ്രസാദ് ചൗരസ്യ. അപ്പോൾ ഹരിപ്രസാദ് ചൗരസ്യ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആളാണ്? ഫ്ലൂട്ട് അല്ലേ, നമ്മുടെ ബാൻസുരി അല്ലേ, ഫ്ലൂട്ട് അഥവാ ബാൻസുരി. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പന്നലാൽ ഘോഷ്. വളരെ പ്രധാനപ്പെട്ടതാണ് ആര്? പന്നലാൽ ഘോഷ്. അല്ലാതെ ഇതിൻ്റെ വേറൊരു പേരാണ് അമൽ ജ്യോതി ഘോഷ് എന്നും അറിയപ്പെടും. പന്നലാൽ ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ് അമൽ ജ്യോതി ഘോഷ്. ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ദ പീനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട്. കേട്ടോ, ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ടിൻ്റെ പീനർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതൊരു PVQ ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കേട്ടോ, ഹു ഈസ് നോൺ ആസ് ദ പീനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട്. ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ടിൻ്റെ പീനർ എന്നറിയപ്പെടുന്ന ആരാണ്? പന്നലാൽ ഘോഷ് അഥവാ അമൽ ജ്യോതി ഘോഷ്. കേട്ടോ, അമൽ ജ്യോതി ഘോഷ്. ദെൻ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് പ്ലേയിസ്റ്റ് ആണ് പണ്ഡിറ്റ് റോണു മജുന്ദർ. പണ്ഡിറ്റ് റോണു മജുന്ദർ. അതുപോലെ രാജേന്ദ്ര പ്രസന്ന. കേട്ടോ, ഇവരൊക്കെ എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ബാൻസുരി ഫ്ലൂട്ട് പ്ലേയിസ്റ്റുകളാണ്. കേട്ടോ, ആരൊക്കെയാണ്? ഹരിപ്രസാദ് ചൗരസ്യ, പന്നലാൽ ഘോഷ്, അതുപോലെ തന്നെ പണ്ഡിറ്റ് റോണു മജുന്ദർ, അതുപോലെ രാജേന്ദ്ര പ്രസന്ന. ഇവരൊക്കെ എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്ലൂട്ട് അഥവാ ബാൻസുരി പ്ലേയിസ്റ്റുകളാണ്. ഓക്കെ, then അടുത്ത ഇൻസ്ട്രുമെൻറ്റിലോട്ട് പോയാലോ? അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് തബല. ഏതാണ്? തബല. കേട്ടോ, നമ്മുടെ തബല വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാൾ. തബല നമുക്കറിയാം. തബല എന്ത് ഇൻസ്ട്രുമെൻറ്റാണ്? തബല ഒരു പെർക്യൂഷൻ ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ, എന്നറിയാം. നമുക്ക് തബലയിൽ സ്ട്രൈക്ക് ചെയ്താൽ മാത്രമേ അല്ലേ, അത് സ്ട്രൈക്കിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്. സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, അതിലേക്ക് നമ്മൾ തട്ടുമ്പോൾ സൗണ്ട് കേൾക്കും അല്ലേ. സോ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് തബല. സോ തബലയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട ആളാണ് നമ്മുടെ സക്കീർ ഹുസൈൻ അല്ലേ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തബല പ്ലേയിസ്റ്റ് ആണ് ആര്? സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിന് നമ്മുടെ ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് പഠിച്ചതാണ് ഏറ്റവും കൂടുതൽ തവണ ഗ്രാമി പുരസ്കാരം കിട്ടിയത് രവിശങ്കറാണ്. രവിശങ്കർ കഴിഞ്ഞാൽ രണ്ടാമത് ഇന്ത്യയിൽ 4 തവണ ഗ്രാമി പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആര്? സക്കീർ ഹുസൈൻ അല്ലേ. രവിശങ്കർ 5 ഗ്രാമി പുരസ്കാരം. 4 തവണ ഗ്രാമി പുരസ്കാരം ലഭിച്ച ആളാണ് സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിന് സക്കീർ ഹുസൈൻ ആദ്യമായിട്ട് ഗ്രാമി പുരസ്കാരം കിട്ടുന്നത് 1992. ഇത് നോട്ട് ചെയ്ത് വയ്ക്കോ, ചോദിക്കും കേട്ടോ. കാരണം 2024 കഴിഞ്ഞ വർഷം 2024 നമ്മുടെ ഗ്രാമി പുരസ്കാരം ആർക്ക് കിട്ടിയിരുന്നു? സക്കീർ ഹുസൈന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് എപ്പോഴാണ് കിട്ടിയെന്ന് ചോദിക്കാം. 1992 അതിന് കിട്ടുന്നത്. ഒരു ആൽബത്തിൻ്റെ പേര് പ്ലാനറ്റ് ഡ്രംസ് എന്നൊരു ആൽബത്തിന്. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സക്കീർ ഹുസൈന് ആദ്യത്തെ ഗ്രാമി പുരസ്കാരം ലഭിക്കാൻ കാരണമായ ആൽബം ഏതാണ്? പ്ലാനറ്റ് ഡ്രംസ് എന്ന് പറയുന്ന ആൽബത്തിനാണ് അദ്ദേഹത്തിന് ആദ്യമായി ഗ്രാമി പുരസ്കാരം 1992 കിട്ടുന്നത്. ഇനി അദ്ദേഹത്തിന് മറ്റു കിട്ടിയ അവാർഡുകൾ നോക്കാം. അദ്ദേഹത്തിന് 2002 പത്മഭൂഷൺ ലഭിച്ചു. 2002 പത്മഭൂഷൺ. നമ്മളെ കഴിഞ്ഞ 2023 പത്മവിഭൂഷൺ ലഭിച്ചു കേട്ടോ. പത്മവിഭൂഷണും സക്കീർ ഹുസൈന് പത്മഭൂഷൺ കിട്ടിയത് 2002 2023 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ലഭിച്ചു കേട്ടോ. അങ്ങനെ 4 തവണ ഗ്രാമി പുരസ്കാരവും ആർക്ക് കിട്ടിയിട്ടുണ്ട്? സക്കീർ ഹുസൈന്. ഇനി നമുക്ക് സക്കീർ ഹുസൈൻ പോലെ വളരെ ഫേമസ് ആയ മറ്റു കുറച്ച് പ്രധാനപ്പെട്ട തബൽ പ്ലേയിസ്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്നാണ് ഉസ്താദ് അല്ലാ രഖ, ബിക്രം ഘോഷ്, നിഖിൽ ഘോഷ്, അതുപോലെ തന്നെ സ്വാപൻ ചൗധരി, അതുപോലെ തന്നെ അനിൻഡോ ചാറ്റർജി. ഇവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള തബല പ്ലേയിസ്റ്റുകളാണ്. ആരൊക്കെയാണ്? ഉസ്താദ് അല്ലാ രഖ, അതുപോലെ ബിക്രം ഘോഷ്, അതുപോലെ നിഖിൽ ഘോഷ്, അതുപോലെ തന്നെ സ്വാപൻ ചൗധരി, അതുപോലെ തന്നെ അനിൻഡോ ചാറ്റർജി കേട്ടോ. ഇവരൊക്കെ എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള തബല പ്ലേയിസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ ചിലപ്പോൾ ഇതിലിപ്പോൾ ചില ആൾക്കാരൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ.
സോ ഇതിലിപ്പം ഞാൻ എടുത്തേക്കുന്ന എക്സ്പോണൻസ് എന്ന് പറയുന്നത്, അതായത് പ്ലേലിസ്റ്റുകൾ എന്ന് പറയുന്നത് എല്ലാം മുൻ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഓപ്ഷനിൽ, അതുപോലെ ക്വസ്റ്റ്യൻ മാത്രമല്ല ഓപ്ഷനിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കാണുന്ന ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാരെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. കാരണം എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. കാരണം എടുത്തേക്കുന്ന എല്ലാം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസിലുള്ള ആൾക്കാരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഓക്കെ, സോ ഓക്കെ അല്ലേ തബല? ഇനി നമുക്ക് അടുത്തിലോട്ട് പോയാലോ. അടുത്ത നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ആണ് ഷെഹനായി. വളരെ പ്രധാനപ്പെട്ട അല്ലേ, നമുക്കറിയാം ഷെഹനായി ഒരു എന്താണ്, വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ, ഒരു വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, സുഷിർ ഇൻസ്ട്രുമെൻ്റ് ആണ് ഷെഹനായി അഥവാ മംഗൽവാദ്യ എന്ന് പറയും. മംഗലവാദ്യ കഴിഞ്ഞ CGL എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഏത് ഇൻസ്ട്രുമെൻ്റാണ് മംഗൽവാദ്യ? മംഗൽവാദ്യം എന്ന് വിളിക്കാൻ കാരണം എന്താ, ഷെഹനായി നമ്മുടെ ഈ മംഗല്യത്തിന്, നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ നോർത്ത് ഇന്ത്യയിലെ കല്യാണത്തിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഷെഹനായി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ മംഗൽവാദ്യം എന്നറിയപ്പെടുന്നത്. ഇതിൽ മൊത്തത്തിൽ 7 ഹോളുകളുണ്ട് കേട്ടോ. ഷെഹനായിൽ എത്ര ഹോളുണ്ടെന്ന് ചോദിക്കും. ഷെഹനായിൽ 7 കോളുകൾ കേട്ടോ, 7 ഹോളുകളാണ് ആ ട്യൂബിൽ വരുന്നത്. എത്ര ഹോളുകളാണ്? 7. ഇടയ്ക്ക് ചോദിച്ചു കേട്ടോ, ഷെഹനായിൽ എത്ര ഹോളുകളുണ്ട്? 7 ഹോളുകളാണ് ആ ട്യൂബിൽ വരുന്നത്. ഇനി ഷെഹനായി വായിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഷെഹനായി കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടതാണ് ബിസ്മില്ല ഖാൻ. നമ്മുടെ ബിസ്മില്ല ഖാനാണ് ഷെഹനായി വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ച വർഷം ചോദിക്കും. 2001 ബിസ്മില്ല ഖാൻ എന്ത് ലഭിക്കുന്നത്, ഭാരതരത്ന ലഭിച്ചത്. എന്നാൽ അതേ 2001 ബിസ്മില്ല കൂടെ ഒരാൾക്ക് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ലതാ മങ്കേഷ്കർ. നമ്മുടെ ലതാ മങ്കേഷ്കറിനും ബിസ്മില്ല ഖാനും ഒരുമിച്ചാണ് എന്ത് ലഭിക്കുന്നത്, ഭാരതരത്ന. അത് 2001. അപ്പോൾ 2001 2 പേർക്ക് നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാം. ഒന്ന് നമ്മുടെ സിംഗറായ ലതാ മങ്കേഷ്കറിനും അതുപോലെ തന്നെ നമ്മുടെ ഷെഹനായി പ്ലേസ്ഡായ ബിസ്മില്ല ഖാനും 2001 എന്ത് ലഭിക്കുന്നുടാ, ഭാരതരത്ന. നേരത്തെ നമ്മൾ രവിശങ്കറിന് എപ്പോഴായിരുന്നു, 99 അല്ലേ, 1999 രവിശങ്കറിന് ലഭിച്ചത്. 2001 ബിസ്മില്ല ഖാന് ലഭിച്ചത്. ആ കൂടെ ആരുമുണ്ട്, ലതാ മങ്കേഷ്കറിനും അതേ വർഷം. അതുപോലെ ബിസ്മില്ല ഖാന് പത്മവിഭൂഷൺ കിട്ടിയത് 1980. 1980 എന്ത് ലഭിച്ചത്, പത്മവിഭൂഷൺ ലഭിച്ചത് 1980. ആർക്ക്, ബിസ്മില്ല ഖാൻ. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഷെഹനായി ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്നാണ് അലി അഹമ്മദ് ഹുസൈൻ ഖാൻ കേട്ടോ. അലി അഹമ്മദ് ഹുസൈൻ, ഇതൊരു PYQ ആണ്, പുള്ളി മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അലി അഹമ്മദ് ഹുസൈൻ ഖാൻ, ആനന്ദ് ലാൽ, അതുപോലെ തന്നെ പണ്ഡിറ്റ് ശൈലേഷ് ഭഗവത്, എസ് ബല്ലേഷ്, അതുപോലെ ദയാശങ്കർ. ഇവർക്കാരാ വളരെ ഫേമസ് ആയിട്ടുള്ള ഷെഹനായി പ്ലേലിസ്റ്റുകളാണ്. ആരൊക്കെയാണ്? അലി അഹമ്മദ് ഹുസൈൻ ഖാൻ, ആനന്ദ് ലാൽ, പണ്ഡിറ്റ് ശൈലേഷ് ഭഗവത്, എസ് ബല്ലേഷ്, അതുപോലെ തന്നെ ദയാശങ്കർ. ഇവരൊക്കെ എന്താ, വളരെ ഫേമസ് ആയിട്ടുള്ള ഷെഹനായി പ്ലേലിസ്റ്റ്, അതായത് മംഗൽവാദ്യ പ്ലേലിസ്റ്റുകളാണ്. ഓക്കെ, സോ ഏത് ഇൻസ്ട്രുമെൻ്റാണ് മംഗൽവാദ്യം എന്ന് വിളിച്ചാൽ ഏതാടാ, ഷെഹനായി ആണ്. എത്ര ഹോളുണ്ട് ഷെഹനായിൽ? 7 ഹോളുകളാണ് ഒരു ഷെഹനായിൽ വരുന്നത് കേട്ടോ. ആരൊക്കെയാണ്? ബിസ്മില്ല ഖാൻ. ഏത് വർഷമാണ് ബിസ്മില്ല ഖാൻ ഭാരതരത്ന കിട്ടിയത്? 2001. ഓക്കെ, അപ്പോൾ ഷെഹനായി ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ഇൻസ്ട്രുമെൻറ്റിൽ പോയാലോ. അടുത്ത ഇൻസ്ട്രുമെൻറ്റ് സാരോദ് ആണ്. ഏതാണ്? സാരോദ്. ഓക്കെ, നമുക്ക് സാരോദിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ സാരോദ് സാമ്രാട്ട് എന്നറിയപ്പെടുന്ന ആരെന്നറിയോ? അംജാദ് അലി ഖാൻ. ആരാണ്? അംജാദ് അലി ഖാൻ. ആദ്യം നമ്മൾ നോക്കേണ്ടത് അംജാദ് അലി ഖാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പത്മഭൂഷണും കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷൺ കിട്ടിയത് 1991 10 വർഷം കഴിഞ്ഞ് 2001 പത്മവിഭൂഷൺ കേട്ടോ. അംജാദ് അലി ഖാന് പത്മഭൂഷൺ കിട്ടിയത് ഏത് വർഷം? 1991 10 വർഷം കഴിഞ്ഞ് 2001 പത്മവിഭൂഷണം ലഭിച്ചു. സോ നോട്ട് ചെയ്ത് വെക്കുക, അംജാദ് അലി ഖാൻ. കാരണം ഇത് 30 ചോദ്യം കേട്ടോ, മുൻ വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരന് പത്മവിഭൂഷൺ കിട്ടിയ വർഷം 2001. പുള്ളിയാണ് നമ്മൾ സാരോദിൻ്റെ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ആരാ? അംജാദ് അലി ഖാൻ. ഇനി മറ്റു പല ആളൊക്കെ നോക്കാം. അടുത്തൊരു വളരെ ഫേമസ് ആയ സാരോദ് പ്ലേലിസ്റ്റ് ആണ്
ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ ആരാണ്? ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ. അതുപോലെ അലി അക്ബർ ഖാൻ, അലി അക്ബർ ഖാൻ. അതുപോലെ ബുദ്ധ ദേവദാസ്, ബുദ്ധ ദേവദാസ്. ഇവരൊക്കെ വളരെ ഫേമസ് ആയ സാരോദ് പ്ലേലിസ്റ്റുകളാണ്. ആരൊക്കെയാണ്? ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ, അതുപോലെ അലി അക്ബർ ഖാൻ, അതുപോലെ ബുദ്ധ ദേവദാസ്. ഇവരൊക്കെ എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള സാരോദ് പ്ലേലിസ്റ്റുകളാണ്. സാരോദ് പ്ലേലിസ്റ്റുകളാണ്. ആര്? ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ, അലി അക്ബർ ഖാൻ, അതുപോലെ ബുദ്ധ ദേവദാസ്. ഓക്കെ, സോ ഇവരൊക്കെയാണ് സാരോദ്. ഓക്കെ അല്ലേ? ഇതിനടുത്തിലോട്ട് പോയാലോ? അടുത്തത് ഇനി നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻസും അത് വായിക്കുന്ന ആൾക്കാരും നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ സാന്തൂർ. സാന്തൂർ വായിക്കുന്നത് ആരൊക്കെയാന്ന് നോക്കടാ. സാന്തൂറിൽ ഏറ്റവും പ്രധാനമാണ്, പുള്ളിക്കാരൻ എക്സാമിന് ചോദിക്കുന്നതാണ്. ആരാണ്? ശിവകുമാർ ശർമ്മ. എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ശിവകുമാർ ശർമ്മ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആളാണ്? ആരാണ്? സാന്തൂർ. കേട്ടോ, സാന്തൂർ വായിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആളാണ് ആര്? ശിവകുമാർ ശർമ്മ. അതുപോലെ തന്നെ ബാജൻ സൊപ്പോറി, ബാജൻ സൊപ്പോറി. അതുപോലെ രാഹുൽ ശർമ്മ. അതുപോലെ തന്നെ ഉൽഹാസ് ബാബത്ത്. അവരൊക്കെ എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള സാന്തൂർ പ്ലേലിസ്റ്റുകളാണ്. ആരൊക്കെയാണ്? ശിവകുമാർ ശർമ്മ, ബാജൻ സോപ്പോരി, അതുപോലെ രാഹുൽ ശർമ്മ, അതുപോലെ ഉൽഹാസ് ബാബത്ത്. ഓക്കെ, ഇനി അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് രുദ്രവീണ. രുദ്രവീണ വായിക്കുന്നതിൽ ഏറ്റവും ഫേമസ് ആണ് നമ്മുടെ സാദിഖ് അലി ഖാനും അതുപോലെ ആസാദ് അലി ഖാൻ. ആസാദ് അലി ഖാൻ ഒരു PVQ ആണ്, ചോദിച്ചിട്ടുണ്ട്. ആസാദ് അലി ഖാൻ ഏത് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആളാണ്? ഏത് ഇൻസ്ട്രുമെൻ്റാ? രുദ്രവീണ വായിക്കുന്ന ആളാണ് ആര്? ആസാദ് അലി ഖാൻ. ആസാദ് അലി ഖാനും സാദിഖ് അലി ഖാനും. ഏത് ഇൻസ്ട്രുമെൻ്റ്? രുദ്രവീണ. ഏതാണ്? രുദ്രവീണ. ദെൻ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സാരംഗി. അടുത്തൊന്നാണ് ഏത്? സാരംഗി. ആരൊക്കെയാന്ന് നോക്കടാ. സാരംഗി വായിക്കുന്ന പ്രധാനപ്പെട്ട പേഴ്സൺസ് ഒന്ന് പണ്ഡിറ്റ് രാം നാരായൺ, അതുപോലെ ഉസ്താദ് സുൽത്താൻ ഖാൻ, അതുപോലെ ഉസ്താദ് ശബരി ഖാൻ, അതുപോലെ ഉസ്താദ് ഷാഖൂർ ഖാൻ. കേട്ടോ, ആരൊക്കെയാണ് സാരംഗി? പണ്ഡിറ്റ് രാം നാരായൺ. PVQ ആണ്, മുൻവർഷ ചോദ്യമാണ്. പണ്ഡിറ്റ് രാം നാരായൺ, ഉസ്താദ് സുൽത്താൻ ഖാൻ, അതുപോലെ ഉസ്താദ് ശബരി ഖാൻ, അതുപോലെ ഉസ്താദ് ഷാഖൂർ ഖാൻ. ഇതൊക്കെ ഏതാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ്? സാരംഗി പ്ലേലിസ്റ്റുകൾ. സാരംഗി വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്ലേലിസ്റ്റുകളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഇതിലെടുത്തത് ഇത്രയും ഇൻസ്ട്രുമെൻ്റ്. ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഞാൻ അതിൽ എടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് സിത്താറ് അല്ലേ, രവിശങ്കർ, പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ സിത്താറ്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ആ കരിയറിൽ വരുന്ന മറ്റു പ്ലേലിസ്റ്റുകളാണ് വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി, ഇമ്രാത്ത് ഖാൻ, അതുപോലെ ബുദ്ധാദിത്യ മുഖർജി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആരെയാ? അതുപോലെ നമ്മുടെ ബാൻസുരി, ഹരിപ്രസാദ് ചൗരസ്യ അല്ലെ. അതുപോലെ ആരാണ് പീനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്ന് പറയുന്നത്? അത് നമ്മുടെ പന്നലാൽ ഘോഷാണ് അല്ലേ. പന്നലാൽ ഘോഷ് അഥവാ അമൽ ജ്യോതി ഘോഷ് അല്ലേ. അപ്പോൾ അവരൊക്കെയാണ് ഫ്ലൂട്ട്. അത് നമ്മളുടെ തബലയാണ് നമ്മുടെ സക്കീർ ഹുസൈൻ്റെ തബല അല്ലേ. സക്കീർ ഹുസൈൻ, അതുപോലെ ഉസ്താദ് അല്ലാ രാഖ അല്ലേ. നിഖിൽ ഘോഷ്, ബിക്രം ഘോഷ്, ഇതൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഏതാണ്? നമ്മുടെ സക്കീർ ഹുസൈൻ്റെ തബല. അത് നമ്മൾ നോക്കിയത്. ഷെഹനായി ആണ് ബിസ്മില്ല ഖാൻ്റെ ഷെഹനായി അല്ലേ. ഷെഹനായി നമ്മൾ കണ്ടു. ആ കാറ്റഗറിയിൽ വരുന്ന ആരൊക്കെ? അലി അഹമ്മദ് ഹുസൈൻ ഖാൻ വരുന്നു, ആനന്ദലാൽ വരുന്നു, പണ്ഡിറ്റ് ശൈലേഷ് ഭഗവത് വരുന്നു. ഇവരൊക്കെ ഏതാ? ഷെഹനായി വായിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ അംജാദ് അലി ഖാൻ്റെ ഒക്കെ അല്ലേ. അംജാദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, അലാവുദ്ദീൻ ഖാൻ ഒക്കെ ഏതാ? സാരോദ്. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? സാരോദാണ് അവരുടെ ഇൻസ്ട്രുമെൻ്റ്. അറ്റ് ലാസ്റ്റ് സാന്തൂർ, രുദ്രവീണ, സാരംഗി. സാന്തൂർ എന്ന് പറയുമ്പോൾ ശിവകുമാർ ശർമ്മയും, രുദ്രവീണ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരൊക്കെയാണ്? നമ്മുടെ ആസാദ് അലി ഖാനും സാദിഖ് അലി ഖാനും. രുദ്രവീണ. ദെൻ സാരംഗി പണ്ഡിറ്റ് രാം നാരായണൻ്റെ സാരംഗി. പിന്നെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് ഉസ്താദ് ശബരി ഖാൻ, ഷാഖൂർ ഖാൻ, സുൽത്താൻ ഖാൻ. ഇവരൊക്കെ എന്താ? സാരംഗി എന്ന ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടവരാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായി നമുക്ക് വരുന്നത്.
ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.